കേരള നിയമസഭയിൽ ബി.ജെ.പിയുടെ ഒരു വ്യക്തമായ സാന്നിധ്യം ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ ഒരു സീറ്റ് കിട്ടിയിരുന്ന ഒരു നാമമാത്രമായ ഒരു എം.എൽ.എ മാത്രം, അതും പിന്നെ ഇല്ലാതെ ഇപ്പോൾ 3 പേർ ഈ സംസ്ഥാന നിയമസഭയിലുണ്ട്. അപ്പോൾ ഈ 2 മുന്നണികളെയും ഫേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ? ആദ്യമായിട്ട് പാർട്ടിയുടെ നിയമസഭാ കക്ഷി നേതാവിന് ശേഷം കണ്ണൂർ ജില്ലയിൽ വരികയാണ്. പാർട്ടിയുടെ ജില്ലാ ആസ്ഥാനത്ത് എത്തിയതിൻ്റെ സന്തോഷം കൂടി ഞാൻ ആദ്യം പങ്കുവെക്കാം. ഒപ്പം ചോദിച്ചത് കേരളത്തിൽ വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ്. തൃശ്ശൂർ ലോകസഭയിൽ ശ്രീ സുരേഷ് ഗോപിയുടെ വിജയം, തിരുവനന്തപുരം മേയർ ബി.ജെ.പിയുടെ മേയറായി, അതിൻ്റെ തുടർച്ചയെന്നോണം ഇപ്പോൾ 3 നിയമസഭാ സാമാന്യം. പാർട്ടിയുടെ നിയമസഭാ കക്ഷി നേതാവെന്ന രീതിയിൽ തുടക്കത്തിൽ തന്നെ കേരള നിയമസഭയിൽ ഞാൻ ഒരു കാര്യം പറയുണ്ടായി. 137 പേർ ഒരു ഭാഗത്തും 3 പേർ മറുഭാഗത്തും. ഈ 2 മുന്നണി കാലാകാലങ്ങളായി ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളായി കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ വഞ്ചിച്ചു കൊണ്ടുപോകുന്ന 2 മുന്നണികൾ. അവർക്ക് ബദലായി ബി.ജെ.പിയുടെ 3 പ്രതിനിധികൾ. ആ 3 പ്രതിനിധികളാണ് കേരള നിയമസഭയിലെ യഥാർത്ഥ പ്രതിപക്ഷമെന്ന് തുടക്കത്തിൽ തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജനതാൽപര്യം അനുസരിച്ച്, ജനാഭിലാഷം അനുസരിച്ച് പ്രവർത്തിക്കുന്നത് ബി.ജെ.പി ആണ്. ബി.ജെ.പി നേതൃത്വം കൊടുക്കുന്ന NDA സഖ്യമാണ് എന്നുള്ളത് നിയമസഭയിലെ ആദ്യ സെക്ഷനിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ യഥാർത്ഥ പ്രതിപക്ഷം ജനപക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് ബി.ജെ.പി.ആണ്. കേരളത്തിലെ ജനാഭിലാഷത്തിന് അനുസൃതമായി കേരള നിയമസഭയിൽ നിലപാടെടുക്കുന്നുണ്ട്. മലയാളി ആഗ്രഹിക്കുന്നത് നരേന്ദ്രമോദിജിയുടെ പ്രതിനിധി കേരളം ഭരിക്കണമെന്നാണ്. ആ തരത്തിലേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയം മാറുന്നതാണ് നമ്മൾ കാണുന്നത്. 58 മാർക്ക് നേടിയ വിദ്യാർത്ഥികളുടെ ആൻസർ ഷീറ്റിൽ നിന്ന് അത് മാറ്റുക, 10 ചോദ്യം തെറ്റായി എഴുതിയ ആളിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് അന്വേഷണ സംഘം ഇന്ന് കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. അവിടെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ PSC ക്രമക്കേട് അന്വേഷിക്കേണ്ടതുണ്ട്. ഈ PSC ഞങ്ങൾ ആദ്യം ഒരു കാര്യം പറയണ്ടായി. PSC എന്നാൽ പിണറായി സതീശൻ കമ്മീഷനായി മാറിയിരിക്കുന്നു. കേരളത്തിലെ ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുന്നു. അതാണെന്ന് ഏറ്റവും പുതിയ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ FIRൽ പ്രതിയെ ചേർത്തിട്ടില്ല. എന്താ പ്രതിയെ ചേർക്കാത്ത കാര്യം? PSC ചെയർമാൻ ചോദ്യപേപ്പർ തയ്യാറാക്കിയ ആരാണ് എന്ന് വ്യക്തമാക്കാൻ തയ്യാറല്ല. അതിന്റെ അർത്ഥം PSCയുടെ ചോദ്യപേപ്പർ തയ്യാറാക്കിയിട്ടുള്ളതും ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട ആളാവാനാണ് സാധ്യത. സതീശന്റെ ഗവൺമെന്റ്, VD സതീശന്റെ ഗവൺമെന്റ് സുതാര്യവും സത്യസന്ധവുമായ അന്വേഷണത്തിന് തയ്യാറുണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രധാനമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. കേരളത്തിലെ ലക്ഷോപലക്ഷം ഉദ്യോഗാർത്ഥികളെ നിരന്തരം വഞ്ചിക്കുന്ന, വളരെ സ്മാർട്ടായി വളരെ ത്യാഗം ചെയ്ത് പഠിച്ചു വന്ന വിദ്യാർത്ഥികളെയാണ് ഇവിടെ വഞ്ചിക്കുന്നത്. PSC ഉദ്യോഗാർത്ഥികളെ അവിടെ 10 വർഷക്കാലത്തെ PSCയിലെ ക്രമക്കേടുകളെ സംബന്ധിച്ച് CBI അന്വേഷണമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. എങ്കിൽ മാത്രമേ അതിന്റെ പൂർണ്ണ സത്യാവസ്ഥ പുറത്തു വരുത്തുള്ളൂ. അത് മറച്ചു വയ്ക്കുന്ന നിലപാടാണ് കാലാകാലങ്ങളായി 2 മുന്നണിയും കേരളത്തിൽ ചെയ്യുന്ന നിരവധി കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ സാർ, നമുക്ക് ഈ ഒരു പാർട്ടികളുടെ സമരത്തിൽ കുറിച്ച് എന്തെങ്കിലും? പാർട്ടികളുടെ സമരം നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വളരെ വേഗത്തിൽ കേന്ദ്ര ഗവൺമെന്റ് എടുത്തിട്ടുള്ള നടപടികളുണ്ട്. അന്വേഷണം വളരെ വേഗത്തിൽ മുന്നോട്ട് പോയി. തുടർന്ന് ഇപ്പോൾ മാത്രമല്ലല്ലോ നീറ്റ് പരീക്ഷ അല്ലെങ്കിൽ മറ്റ് കേന്ദ്ര സർവീസുകളിലേക്കുള്ള പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോദിച്ചത് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. 2014 മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അന്നെടുത്ത നിലപാട് എന്ത്, ഇപ്പോൾ എടുത്ത നിലപാടുണ്ട്. അതിവേഗ കോടതികൾ വരെ സ്ഥാപിച്ചുകൊണ്ട് കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനാണ് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാജിവെച്ചിട്ടുണ്ട്. ഇവിടെ PSC തട്ടിപ്പ് തുടർച്ചയായിട്ട് നടക്കുന്നു. എത്ര പേർ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെച്ചിട്ടുണ്ട്? ഇവിടെ SLC പരീക്ഷ പേപ്പർ ചോർന്നിട്ടുണ്ട്. ഏത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെച്ചിട്ടുണ്ട്? ഇവിടെ ഡിഗ്രി പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചർച്ച ഉണ്ടായിട്ടുണ്ട്.
എത്ര പേർ രാജിവെച്ചിട്ടുണ്ട്? കേരളത്തിൽ ഇന്നും വിവാദമായി നിൽക്കുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമുമായി ബന്ധപ്പെട്ട് 10 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ്. അതിന്റെ ആൻസർ ഷീറ്റ് ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല. ഏത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാജിവെച്ചിട്ടുണ്ട്? അവിടെയാണ് നരേന്ദ്രമോദി എടുത്തിട്ടുള്ള തീരുമാനം ഒരു ധാർമ്മിക ഉത്തരവാദിത്തം. നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ എങ്ങനെയാണ് എവിടെയാണ് സൂക്ഷിക്കുന്നത് എല്ലാവർക്കും അറിയാം. ഒരു എക്സാം സെന്ററിലേക്ക് വരുന്നത് SBയിൽ നിന്നാണ് എക്സാം സെന്ററിലേക്ക് വരുന്നത്. അവിടെ നിന്നാണ് ചോദ്യപേപ്പർ ചോർന്നിട്ടുള്ളത് എന്നാണ് പ്രാഥമിക നിഗമനം. രാഷ്ട്രീയ മുതലെടുപ്പ് അതിനകത്തുണ്ടായിട്ട് ഒപ്പം രാഹുൽ ഗാന്ധി അടക്കം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ചോദ്യങ്ങൾക്ക് വരും ദിവസങ്ങളിൽ മറുപടി പറയേണ്ടി വരും. വിദേശ ഫണ്ടിങ് അടക്കം ചില ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നവരുടെ കൈകളിലെ കളിപ്പാവയായി കൊണ്ടുള്ള ഒരു ആസൂത്രിതമായ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടോ എന്ന് കൂടി നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരുപാട് പദ്ധതികൾ കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കേരളം കഴിഞ്ഞ 10 വർഷമായിട്ടും PMAJY പോലുള്ള പദ്ധതികൾ കേരളം ഏറ്റെടുക്കാതെ നടപ്പിലാക്കാതെ മാറി നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇപ്പോൾ പുതിയ ഒരു മന്ത്രിസഭ, അതോടൊപ്പം തന്നെ പുതിയ നമ്മുടെ BJPയുടെ മെമ്പർമാരൊക്കെ ഉള്ള സ്ഥിതിക്ക് അത് നടപ്പിലാക്കാൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്തുമോ? നിയമസഭയിൽ ഞങ്ങൾ ഉന്നയിക്കും. ഇപ്പൊ ജലജീവൻ മിഷൻ പൂർത്തീകരിക്കാത്ത സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. കൃത്യമായ ഫണ്ടിങ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾക്ക് ആധികാരികമായ രേഖ നിയമസഭാ സാമാജികർ എന്ന രീതിയിൽ ലഭിക്കുന്നുണ്ട്. അതിന്റെ കണക്കുകൾ നമ്മളൊന്ന് ആദ്യഘട്ടത്തിൽ പരിശോധിച്ചപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള ഫണ്ടുകളുടെ കൃത്യമായ വിനിയോഗം നമ്മുടെ സംസ്ഥാനത്ത് നടന്നിട്ടില്ല. അത് തുടർച്ചയാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കാനായിട്ട് ഞങ്ങൾ നിയമസഭയ്ക്കകത്ത് പോരാടും. ഈ PM ശ്രീ പദ്ധതി നേരത്തെയുള്ള ഗവൺമെന്റ് തുടങ്ങി വെച്ചതാണെന്നോ അത് തുടരാതെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ അത് തുടരുന്നതെന്നൊക്കെ നിലവിലുള്ള മുഖ്യമന്ത്രി പറയുന്നത്. ഇതിന്റെ എന്താ സത്യം? ഇതുമായി ബന്ധപ്പെട്ട നിയമസഭയിൽ വളരെ രസകരമായ ഒരു ചർച്ച നടത്തി. PM ശ്രീ പദ്ധതിയിൽ എന്താ കുഴപ്പമെന്നുള്ളത് രണ്ടുപേരും വ്യക്തമാക്കേണ്ടത്. ഒരു വിദ്യാഭ്യാസത്തിന്റെ രംഗത്ത് വരുത്തേണ്ട വലിയൊരു പരിവർത്തനം, ഒരു വിദ്യാലയത്തിന്റെ ഭൗതിക സാഹചര്യത്തിലും വിദ്യാഭ്യാസ മികവിന്റെ കാര്യത്തിൽ അക്കാഡമിക് തലത്തിലും പരിവർത്തനം എടുക്കാൻ വേണ്ടിയാണ് PM ശ്രീ പോലുള്ള പദ്ധതികൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നത്. കേരള നിയമസഭയിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത്, പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പിണറായി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കരാറിൽ ഒപ്പിട്ടു. പ്രതിപക്ഷ നേതാവായിരിക്കുന്ന പിണറായി പറയുന്നത് ഞങ്ങൾ അത് മരവിപ്പിച്ചു, മറുഭാഗത്ത് പറയുന്നത് മരവിപ്പിച്ചില്ല. കരാറിൽ ഒപ്പിട്ടു, മരവിപ്പിച്ചിട്ടില്ല. ഇവർക്ക് രണ്ടുപേർക്കും കേരളത്തിന്റെ പൊതുസമൂഹത്തോട് തുറന്നൊരു സത്യം പറയേണ്ടതായിട്ട് വരും ദിവസങ്ങളിൽ. കാര്യം PM ശ്രീ പോലുള്ള പദ്ധതികൾ കേരളത്തിൽ അട്ടിമറിക്കപ്പെട്ടാൽ വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ആശങ്കയിലാവുന്നത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ അധ്യയന വർഷം PG അടക്കം 7500-ലധികം സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു. എന്തുകൊണ്ട്? കേരളത്തിലെ കരിക്കുലവും കേരളത്തിലെ പാഠ്യപദ്ധതിയും പുതിയ തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള ഭാവിക്ക് അനുയോജ്യമല്ല എന്ന ചിന്തയാണ് അവരെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും പഠനത്തിന് പോകാൻ പ്രേരിപ്പിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ വന്ന വലിയ മാറ്റമുണ്ട്. ആ മാറ്റത്തിനനുസൃതമായി കേരളത്തിലെ പാഠ്യപദ്ധതിയിൽ മാറ്റം വന്നിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. അവിടെയാണ് PM ശ്രീ പോലുള്ള പദ്ധതികളെ വിവാദമാക്കിക്കൊണ്ട് തന്നെ നടപ്പിലാക്കുക എന്ന രീതിയിലേക്ക് രണ്ടു മുന്നണി. അങ്ങനെയാണെങ്കിൽ പിണറായി നിയമസഭയിൽ പറഞ്ഞു ഞങ്ങൾ ആ മരവിപ്പിച്ചു എന്ന് പറയുന്നിടത്ത് പിന്നെ എന്തിനാ അവർ തുടങ്ങുന്നത്? ആദ്യ പിണറായി ഗവൺമെന്റ് എന്തുകൊണ്ട് ഒപ്പിട്ടതിന് ശേഷം മരവിപ്പിക്കാനുള്ള കാരണം എന്ത്? അത് CPI പോലെയുള്ള കക്ഷികളിൽ നിന്നുണ്ടായ എതിർപ്പ്. CPI മുന്നണി വിടും എന്നുള്ള അർത്ഥത്തിൽ പോലും നീങ്ങി ആ സന്ദർഭത്തിൽ ഈ PM ശ്രീയെ സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഞങ്ങൾക്ക് തുടർന്നേ മതി. അവരുടെ അർത്ഥം തുടരുമെന്ന് തന്നെയാണ്. PM ശ്രീ പദ്ധതിക്കാരത് നടപ്പിലാക്കുമെന്ന് തന്നെയാണ് നിയമസഭയിൽ പറഞ്ഞ വാക്കുകളിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ അയോധ്യയെക്കുറിച്ച് പ്രതിപക്ഷങ്ങൾ പറയുന്നത്, അയോധ്യയെ സംബന്ധിച്ച് പ്രതിപക്ഷത്തിന് പറയാനുള്ള ധാർമ്മിക അവകാശം, അവിടുത്തെ ഫണ്ടുകൾ തിരിമറിയാക്കുന്നു. ധാർമ്മിക അവകാശം ഏതൊരു രാജ്യത്തിനും ആ രാജ്യത്തിൻ്റെതായ ഒരു പാരമ്പര്യമുണ്ട്, ചരിത്രമുണ്ട്, ഒരു ആധ്യാത്മിക തലമുണ്ട്. ആ പാരമ്പര്യത്തെയും ആ ആധ്യാത്മിക തലത്തെയും ആ ചരിത്രത്തെയും നിഷേധിക്കുകയാണെന്നാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. അവിടെയാണ് ശ്രീരാമ ഭഗവാന് ജന്മം നൽകിയ സ്ഥലത്ത് തകർക്കപ്പെട്ട, വിദേശ ആക്രമണത്താൽ തകർക്കപ്പെട്ട ഒരു സ്ഥലത്ത്
അയോധ്യ പോലുള്ള ഈ രാജ്യത്തിന്റെ പാരമ്പര്യവും പൈതൃകവും ചരിത്രവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ആധ്യാത്മിക കേന്ദ്രം പടുത്തുയർത്തി സ്വാഭാവികമായും അവിടെ ഉന്നയിക്കപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെ സംബന്ധിച്ച് നിയമപരമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതിനെ വിവാദമാക്കുന്നവർ ഈ രാജ്യത്തെ പാരമ്പര്യത്തെയും ഈ രാജ്യത്തിന്റെ ചരിത്രത്തെയും ഈ രാജ്യത്തിന്റെ ആധ്യാത്മിക പാരമ്പര്യത്തെയുമാണ് നിഷേധിക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യവും നമ്മൾ തിരിച്ചറിയുന്നതായിട്ടുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഭരിക്കുന്നതോടെ പ്രതിപക്ഷ ശക്തികൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി. അതിൻ്റെ തുടർച്ചയായി കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം കൗൺസിലർ ക്യാമറ വെച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കോർപ്പറേഷനിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും? BJPയുടെ കോർപ്പറേഷൻ മേയറെ പുറത്താക്കാൻ ഈ രണ്ടു മുന്നണിയും കളിച്ച നാടകം നമ്മുടെ മുന്നിലുണ്ട്. ഒരു സ്വതന്ത്രനെ കയ്യിൽ കിട്ടാത്തത് കൊണ്ടാണ് ആ നാടകം പൊളിഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇവർ ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങൾ. തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ മേയറെ ജനാധിപത്യ വിരുദ്ധമായ മാർഗത്തിലൂടെ പുറത്താക്കാൻ ഇവർ ഒരുമിച്ച് ശ്രമിച്ചു, പരാജയപ്പെട്ടു. അതിന്റെ പ്രതിഫലനമാണ് നമ്മൾ ഇവിടെയും കാണുന്നത്. അതുകൊണ്ട് തന്നെ BJPയെ മാറ്റി നിർത്തുക എന്നുള്ളത് രണ്ടു മുന്നണിയുടെയും പൊതു അജണ്ടയാണ്. പക്ഷെ അത് കേരളം ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു വർദ്ധിതമായ പിന്തുണ ബഹുജനങ്ങളിൽ നിന്ന് ഈ രണ്ടു മുന്നണികൾക്കും എതിരായി പുതിയൊരു രാഷ്ട്രീയം കേരളത്തിലുണ്ടാവണം, പുതിയൊരു അധികാരം കേരളത്തിലുണ്ടാവണം. അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. തൃശ്ശൂരിൽ തുടങ്ങി തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ 3 MLA-മാർ, ബംഗാളിൽ 3 MLA-മാരിൽ നിന്നാണ് ഭരണത്തിലേക്ക് വന്നത്. ഇവിടെ തന്നെ ശ്രീ ജയരാജന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാവും. ഈ 3 CPM അവഗണിച്ചാൽ അപകടകരമായ അവസ്ഥയിലേക്ക് പോകും. BJP ഭരിക്കുന്ന സംസ്ഥാനമായി കേരളം മാറുമെന്ന് പറയുന്നത് ഇതേ മണ്ണിലെ ഏറ്റവും പ്രധാനപ്പെട്ട CPM-ന്റെ നേതാവാണ് പറഞ്ഞത്. കൃത്യമായ വിലയിരുത്തൽ. BJP കേരളത്തിന്റെ അധികാരത്തിലേക്ക് വരുമെന്ന് ഏറ്റവും ഉന്നതനായ ഒരു CPM നേതാവ് കണ്ണൂരിൽ നിന്ന് പറയുന്നു. അതുപോലെ തന്നെ പാകിസ്ഥാൻ പൗരത്വമുള്ള ഒരു വനിത പൗരത്വം മറച്ചു വെച്ച് ഇന്ത്യൻ പൗരത്വം അത് കണ്ണൂരിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും? അത് ഇവരെന്തിനാ പൗരത്വ ഭേദഗതി ബില്ലിനേക്ക് എതിർക്കുന്നത്? ഇങ്ങനെയുള്ളവർക്ക് കാലാകാലങ്ങളായി ഈ രാജ്യത്ത് സംരക്ഷണം കൊടുക്കുന്നുണ്ട്. അവിടെയാണ് നമ്മൾ അന്വേഷിക്കപ്പെടേണ്ടത്. ഇവിടുത്തെ കേരളത്തിലാണ് ഇത്തരമുള്ള ആൾക്കാർ ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത്. ബംഗാൾ ഏതാണ്ട് അതിൽ നിന്ന് മോചിതമായി തുടങ്ങി. കേരളം ഇപ്പോഴും ഇങ്ങനെയുള്ളവരുടെ ഇടത്താവളമായി മാറുന്നു. ആര് ഇവർക്ക് സംരക്ഷണം കൊടുക്കുന്നു? ഒരു സംസ്ഥാന ഗവൺമെന്റ് സംരക്ഷണം കൊടുക്കുന്നിടത്താണ് ഇതൊക്കെ സാധാരണയായി നടക്കുക. ഇപ്പൊ എന്തുകൊണ്ട് ജമ്മു കാശ്മീരിൽ ഇത്തരം തീവ്രവാദികളുടെ എണ്ണം കുറയുന്നു? ബംഗാൾ എന്തുകൊണ്ട് അതിവേഗം മാറുന്നു? ആസാം എങ്ങനെ മാറി ഇത്തരം തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ ആൾക്കാരിൽ നിന്ന്? അപ്പോൾ ഒരു ഭരണകൂടത്തിന്റെ സഹായമില്ലാതെ ഇത്തരം ആൾക്കാർ ഇത്രയും നാൾ എങ്ങനെ ഒളിച്ചു താമസിച്ചു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അവിടെയാണ് ഭരണാധികാരികളുടെ പിന്തുണ കിട്ടുന്നുണ്ടോ എന്ന് പൊതുജനം സംശയിക്കുന്നത്. ഇവിടെ കേരളത്തിൽ ഒരു നാണയത്തിൻ്റെ 2 വശമാണ് CPM-ഉം BJP എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. അതെ, തിരിച്ച് അവരാണ് കേരള നിയമസഭയിൽ വളരെ രസകരമായ ചർച്ച നടത്തിയിട്ടുണ്ടായി. ഇതിനുള്ള മറുപടി ഞാൻ പറയാം. കേരളത്തിലെ 3 MLA-മാർ വിജയിച്ചത് മുഖ്യമന്ത്രി പറഞ്ഞു LDF-ന്റെ സഹായത്താലാണ് എന്ന് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഈ 3 പേരും ജയിച്ചത് UDF-ന്റെ സഹായത്താൽ. നിയമസഭയിലെ തർക്കമാണ് ഞാൻ പറഞ്ഞത്. അതിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായിക്ക് കൊടുത്ത മറുപടി, ചാത്തന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ, ഞാൻ ജയിച്ച ചാത്തന്നൂർ, എന്റെ സ്വന്തം ചാത്തന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ 10,000 വോട്ട് LDF-ന് ഇല്ലാതായി. ആ 10,000 വോട്ട് BJP-ക്കാണ് ലഭിച്ചത്. ഇതാണ് ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന് ഡീലായിട്ട് അവർ പറയുന്നത്. അപ്പോൾ കേരളത്തിലെ യഥാർത്ഥമായ ജനവിധി അംഗീകരിക്കാൻ ഈ രണ്ടു മുന്നണിയും തയ്യാറാകുന്നില്ല. ഒരു രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ തുടക്കം കുറിച്ചു എന്ന് രണ്ടു മുന്നണിക്കും അറിയാം. അതിനെ ഇവർ പരസ്പരം കുറ്റം പറഞ്ഞ് BJP-ക്ക് വർദ്ധിച്ചു വരുന്ന ജനപിന്തുണ തെറ്റായി വ്യാഖ്യാനിക്കാനാണ് ഇത്തരം പരാമർശങ്ങൾ രണ്ടു മുന്നണിയും കേരളത്തിൽ നടത്തുന്നത്. കണ്ണൂരിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ദർശിച്ചു ഏതൊക്കെയാണ്? ജില്ലാ പ്രസിഡന്റോടെ അവിടെ പറയണ്ടേ? ഞാൻ പറശ്ശിനിക്കട വന്നു, രാജരാജേശ്വര ക്ഷേത്രം വന്നു, മാടായിക്കാവ് വന്നു, രാജരാജേശ്വര ക്ഷേത്രം. ആ തെരഞ്ഞെടുപ്പിന് മുമ്പും ചില പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൂടെ വന്നിരുന്നു. ആദ്യമായിട്ട് പോയതല്ല. ആദ്യമായിട്ട് പോയതല്ല.
ഞാൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് വന്നു, പോളിംഗിന് ശേഷം വന്നു. അന്ന് പക്ഷേ ഞാൻ എന്റെ സ്വകാര്യ സന്ദർശനമായിട്ട് വന്നു. ഇപ്പോൾ പാർട്ടിയുടെ നിയമസഭാ കക്ഷി നേതാവായത് കാരണം 2 പാർട്ടിയുടെ ജില്ലാധ്യക്ഷന്മാരെ അറിയിച്ചു വന്നു. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതെ, അത് ഫസ്റ്റാണ്. അത് ജില്ലാ പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞു. എനിക്ക് ആ ക്ഷേത്രത്തിന്റെ എല്ലാം പ്രാധാന്യം അറിയാം. കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി കണ്ണൂർ വന്ന് പറഞ്ഞു BJPയുടെ 3 പ്രഗത്ഭരായ MLA നിയമസഭയിലുണ്ടെന്ന്. അപ്പോൾ അവർ ഭയക്കുന്നുണ്ടോ? ഈ 3 MLA 30ആയി 100ആയി അങ്ങനെ പേരൊന്ന് ഭയക്കുന്നുണ്ടോ? സംശയത. അതുകൊണ്ടല്ലേ മന്ത്രി പറഞ്ഞത്, അതുകൊണ്ടല്ലേ ജയരാജൻ പറഞ്ഞത്. ഇപ്പോ കേരള നിയമസഭയിൽ യാഥാർത്ഥ്യങ്ങൾ പറയാൻ 3 പേരുണ്ട്. ഏകപക്ഷീയമായി നരേന്ദ്രമോദിജിയെ വിമർശിക്കുന്നതിനും കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നതിനും പറ്റില്ല എന്നവർക്ക് ബോധ്യമായി. സഭാരേഖകളിൽ ഞങ്ങൾ അടയാളപ്പെടുത്തേണ്ടത് കൃത്യമായും അടയാളം. വിദേശ സംഭാവന സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ 2 മുന്നണി ഒരുമിച്ചാണ് വോട്ട് ചെയ്തത്. ഞങ്ങളുടെ നിലപാട് പറഞ്ഞു വിദേശ സംഭാവന സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ ഈ ഏകപക്ഷീയമായി കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുക, ആരോപണം ഉന്നയിക്കുക, ജനവിരുദ്ധ നടപടികൾ സ്വീകരിക്കുക, ഇതിനെതിരെ ഞങ്ങൾ കൃത്യമായും നിലപാട് കേരള നിയമസഭയിൽ സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ജയരാജനും മന്ത്രിയൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് ലഭിക്കുന്ന വർദ്ധിച്ച ജനപിന്തുണ കണ്ടിട്ടാണ് അവർ ഭയപ്പെടുന്നത്.